வாழ்க்கை போதும் அடடா எதிர்காணும் யாவும். ചേച്ചി അമ്മരക്കുട്ടിയില്ലേ? ആ അതെ മോനെ. ചേച്ചി ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ വന്ന. ചേച്ചി ഇവിടെ പോയതാണ്? ഞാൻ മുമ്പില്ല വരെ ട്രിപ്പ് പോയി. ആണോ? ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായി? ട്രിപ്പൊക്കെ പൊളിയായിരുന്നു. ശരി, എന്തിട്ടാണ് ചേച്ചി ഇത്? രമണന്റെ അടേ മോനെ ഞങ്ങളുടെ തൂണ് ഒരു കളി തോറ്റിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരും. അതാണ് ഈ രമണന്റെ അട. രമണന്റെ അടയല്ല, റെമോന്റെ അട. ചേച്ചിക്ക് ഇന്നലത്തെ കളിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തിട്ടാണ്? എന്റെ പൊന്നു മോനെ, ഞങ്ങൾ കളിച്ചത് ഞങ്ങൾ മാത്രമാണ് മര്യാദ കളിച്ചത്. പക്ഷെ ഹാഫ് ടൈം ആപ്പില്ലേ മോനെ, ആ റെഫറി ഇന്റർ മിലാന് 50-50 ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾക്കന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കളി തോറ്റത്. നിങ്ങൾ മിലാനിൽ തിന്നാൻ പോയാണ്? അല്ല, 50-50 ബിസ്ക്കറ്റ് രമണന്റെ അട. ഇനി വേറെന്തെങ്കിലും ഉണ്ടാ? ഞാനൊരു ചോദ്യം ചോദിക്കാം, ചേച്ചി അതിന് ഉത്തരം പറ. ബാഴ്സലോണക്ക് എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്? മൊത്തം 40 ഉണ്ട്. അത് ശരി, നല്ല ഫുട്ബോൾ നോളേജ് ആണല്ലോ. ഫുട്ബോളില് ചേച്ചിക്ക് വേറെ ആരൊക്കെ അറിയാം? മെസ്സിനറിയാ, പിന്നെ യമാലിനറിയാ, നമ്മുടെ പയ്യൻ ഗാവി, പിന്നെ ചുണക്കുട്ടൻ, പെഡ്രി. അസല് ബാഴ്സ വേണം ചേച്ചിക്ക്. പിന്നെ വേറെ ആരൊക്കെ അറിയാം? മാൽഡീനിനെ അറിയാമോ? പിന്നെ വെസ്റ്റ് ഇൻഡീസിലെ കളിക്കാരനല്ലേ, മെസ്സിനൊപ്പം കളിച്ചിട്ട് അവനെ ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. അതിന്റെ പേരിൽ ഞാൻ അവിടെ ടോളിക്കൊന്നു. അവൻ കണ്ടിട്ടുണ്ടാവല്ല. മാൽഡീനി വെസ്റ്റ് ഇൻഡീസിലെ കളിക്കാരനല്ലേ? ശരിയെന്നാ ചേച്ചി വിട്ടോ. യമനന്റെ അട തുടരും.